ഹായ് ഓൾ, ഇന്ന് നമുക്ക് എക്സസൈസ് 2.3 നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമൈൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പോളിനോമിയൽസ് ഹാസ് x+1 ആസ് എ ഫാക്ടർ. x+1 ഫാക്ടർ ആയിട്ടുള്ള ഏതൊക്കെ പോളിനോമിയലാണ് താഴത്തുള്ളതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x+1 ഫാക്ടർ ആണെങ്കിൽ ഇഫ് x+1 ഈസ് എ ഫാക്ടർ ഓഫ് എ polynomial p of -1 equal to 0, then p of -1 equal to 0. x+1 ഫാക്ടർ ആണ് p of -1, നമുക്ക് കിട്ടുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. p of -1 equal to -1 whole cube plus -1 whole square plus -1 plus 1. -1 whole cube പറഞ്ഞാൽ -1 plus -1 whole square പറഞ്ഞാൽ 1 -1 whole plus 1 equal to 0. അപ്പോൾ ഇത് ഫാക്ടർ ആണ്. അടുത്തെന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എങ്ങനെ p of x equal to x raised to 4 plus x cube plus x square plus x plus 1 എന്ന് എഴുതാം. അങ്ങനെയാണ് p of -1 എന്താ -1 whole raised to 4 plus -1 whole cube plus -1 whole square plus -1 plus 1 equal to 1 plus -1 minus 1 plus -1 0 ആണ്. 1 minus 1 0, പിന്നെയും 1. ഇവിടെ റിമൈൻഡർ 0 അല്ല വരുന്നത്, 1 ആണ് വരുന്നത്. അപ്പോൾ ഇത് നോട്ട് എ ഫാക്ടർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? x raised to 4 plus 3x cube plus 3x square plus x plus 1. അപ്പോൾ p of -1 എന്തായിരിക്കും? -1 whole raised to 4 plus 3 into -1 whole cube plus 3 into -1 whole square plus -1 minus അല്ല plus 1 -1 whole raised to 4 അപ്പം എന്താ 1 ആണ്. പ്ലസ് 3 into -1 whole cube minus 3 into -1 whole square plus 3 minus 1 plus 1 equal to 1 minus 1 0 0 plus 1 പറഞ്ഞാൽ 1. x plus 1 is not a factor of p of x. അടുത്തെന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യനിൽ p of x equal to x cube minus x square minus 2 plus √2 x plus √2 ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? p of -1 ചെയ്ത് നോക്കാം. p of -1 എന്താ? -1 whole cube -1 whole square minus 2 plus √2 into -1 plus √2 equal to -1 whole cube പറഞ്ഞാൽ -1 -1 whole square എന്ന് പറഞ്ഞാൽ 1 into -1 എന്ന് പറഞ്ഞാൽ -1 -1 into -1 എന്താ +1 plus 2 plus √2 plus √2. അങ്ങനെ ഇതൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടും? √2 plus √2 എന്ന് പറഞ്ഞാൽ 2√2 ആണ് നമുക്ക് ഉത്തരം കിട്ടും. 2√2 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x+1 is not a factor of p of x. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Use the factor theorem to determine whether g of x is a factor of p of x in each of the following cases. എന്താ പറഞ്ഞിട്ടുള്ളത്? g of x എന്ന് പറയുന്നത് p of x ന്റെ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്ത് യൂസ് ചെയ്തിട്ട്? ഫാക്ടർ തിയറം യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഫാക്ടർ തിയറം എന്താണെന്ന് ആദ്യം എഴുതാം. ബൈ ഫാക്ടർ തിയറം x minus a is a factor of p of x if p of a equal to 0. x minus a എന്ന് പറയുന്നത് p of x ന്റെ ഫാക്ടർ ആണ്. എപ്പം p of a എന്ന് പറയുന്നത് 0 ആണെങ്കിൽ x minus a ഫാക്ടർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ x+1 ആണ് തന്നിട്ടുള്ളത്. അപ്പം x - -1 ആണ് നമ്മുടെ ചോദ്യം.
അപ്പം നമുക്ക് P(-1) ആണ് ചെയ്ത് നോക്കേണ്ടത്. P(-1) എന്ന് പറഞ്ഞാൽ എന്താ? 2 × -1 ഹോൾ ക്യൂബ് പ്ലസ് -1 ഹോൾ സ്ക്വയർ മൈനസ് 2 × -1 -1 ഈക്വൽ ടു എന്താ? 2 × -1 ഹോൾ ക്യൂബ് പറഞ്ഞാൽ -2 -1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 2 × -1 എന്താ? +2 -1 ഈക്വൽ ടു 2 - 2 0 1 - 1 0 അപ്പോൾ 0. അപ്പോൾ x plus 1 is a factor of p of x. g of x equal to x plus 2. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈക്വൽ ടു x minus -2. ഇവിടെ p of -2 ആണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? -2 ഹോൾ ക്യൂബ് പ്ലസ് 3 × -2 ഹോൾ സ്ക്വയർ പ്ലസ് 3 × -2 3 × -2 plus 1 ഈക്വൽ ടു -2 ഹോൾ ക്യൂബ് ആണ് 8 ആണ് -8. 3 × -2 ഹോൾ സ്ക്വയർ 3 × 4 എത്രയാണ്? 12. 3 × -2 എത്രയാണ്? -6 പ്ലസ് 1 എന്താണ്? -8 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ 4 -6 എന്ന് പറഞ്ഞാൽ -2 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ -1 ആവുള്ളൂ. അപ്പം നമുക്ക് എന്ത് പറയാം? x plus 2 is not a factor of p of x. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. p of x equal to x cube minus 4x² plus x plus 6. g of x equal to x minus 3n. അപ്പം നമുക്ക് എന്ത് പറയാം? p of 3 ആണ് നമ്മൾ കാണേണ്ടത്. g of x equal to x minus 3 പറഞ്ഞാൽ p of 3 ആണ് നമ്മൾ കാണുന്നത്. p of 3 എന്ന് പറഞ്ഞാൽ 3³ minus 4 × 3² 3 plus 6 3³ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 27 minus 4 × 3². 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 × 4 എന്ന് പറഞ്ഞാൽ 36 പ്ലസ് 3 പ്ലസ് 6. അപ്പം നമുക്ക് 27 പ്ലസ് 6 എത്രയാണ്? 33. 33 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 36. 36 മൈനസ് 36 എന്ന് പറഞ്ഞാൽ 0. അപ്പം നമുക്ക് എന്ത് പറയാം? x minus 3 is a factor of p of x. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Find the value of k if x minus 1 is a factor of p of x in each of the following cases. എന്താ പറഞ്ഞിട്ടുള്ളത്? x minus 1 എല്ലാത്തിൻ്റെയും ഫാക്ടറാണ്. ഈ 4 പോളിനോമിയൽ തന്നതിലും x minus 1 ഫാക്ടറാണ്. അങ്ങനെയാണെങ്കിൽ kന്റെ വാല്യൂ കാണാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? If x minus 1 is a factor of p of x, then p of 1 equal to 0. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടെത്തിയാൽ മതി kന്റെ വാല്യൂ. p of 1 0 ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ എന്ത് ചെയ്യാം? p of x equal to x² plus x plus k. p of 1 equal to 0 implies 1² plus 1 plus k equal to 0. 1 plus 1 equal to 2 plus k equal to 0. k equal to എന്താ? -2. അടുത്തത് p of x equal to 2x² plus kx plus √2 ആണ്. p of x equal to 2x² plus kx plus √2. അപ്പം p of 1 equal to 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? p of 1 substitute ചെയ്യാം. 2 × 1² plus k × 1 plus √2 equal to 0. 2 plus k plus √2 equal to 0. k equal to -2 minus √2. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. p of x equal to kx² minus √2x plus 1. p of x equal to kx² minus √2x plus 1 ആണ്. p of 1 എന്താ? k × 1 എന്ന് പറഞ്ഞാൽ k minus √2 × √2 plus 1 equal to 0. k minus √2 plus 1 equal to 0 ആണ്. അപ്പം k equal to √2 minus 1 ആണ് നമ്മുടെ ഉത്തരം. p of x equal to kx² minus 3x plus k. p
പി ഓഫ് എക്സ് ഈക്വൽ ടു കെ എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് കെ. അപ്പം പി ഓഫ് 1 ആണ് നമ്മൾ ചെയ്തോളേണ്ടത്. പി ഓഫ് 1 ഈക്വൽ ടു 0. അപ്പം പി ഓഫ് 1 എന്താ, കെ ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 പ്ലസ് കെ ഈക്വൽ ടു 0. കെ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ കെ, 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 പ്ലസ് കെ ഈക്വൽ ടു 0. 2k മൈനസ് 3 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ 2k ഈക്വൽ ടു 3, k ഈക്വൽ ടു 3/2 ആണ് നമ്മുടെ ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫാക്ടറൈസ്. ഈ 4 ക്വസ്റ്റ്യൻസ് നമ്മളോട് ഫാക്ടറൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ എന്ന് വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 12x സ്ക്വയർ മൈനസ് 7x പ്ലസ് 1 ആണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ പി പ്ലസ് ക്യൂ എന്താണ്? പി പ്ലസ് ക്യൂ ഈക്വൽ ടു മൈനസ് 7, പി ക്യൂ ഈക്വൽ ടു 12 ഇൻറ്റു 1, അതായത് 12 തന്നെ. രണ്ടെണ്ണം ആഡ് ചെയ്താൽ -7ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12ഉം വേണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? -3 -4 ആഡ് ചെയ്താൽ -7 കിട്ടും. -3 ഇൻറ്റു -4 ചെയ്താലോ 12 കിട്ടും. അപ്പം മിഡിൽ ടേം സ്പ്ലിറ്റ് ആയി. ഇനി നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. 12x സ്ക്വയർ മൈനസ് 3x മൈനസ് 4x പ്ലസ് 1 അങ്ങനെ എഴുതി. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 3x ഈക്വൽ ഇൻറ്റു 4x മൈനസ് 1 പ്ലസ് minus 4x minus 1 equal to 3x minus 1 into 4x minus 1. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2x സ്ക്വയർ പ്ലസ് 7x പ്ലസ് 3 ഇതാണ് നമ്മളോട് ചോദിച്ച ചോദ്യം. അപ്പോൾ നമുക്ക് p പ്ലസ് ക്യൂ ഈക്വൽ ടു 7, പി ക്യൂ ഈക്വൽ ടു 2 ഇൻറ്റു 3 ഈക്വൽ ടു എന്താ 6. എന്നിട്ട് ആഡ് ചെയ്ത 7ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 6ഉം വേണം. അപ്പം 6ഉം 1ഉം ആഡ് ചെയ്താലോ നമുക്ക് 7 കിട്ടും. 6 കൊണ്ട് 1 എന്താ 6ഉം. അപ്പം അത് നമ്മളൊന്ന് ചെയ്ത് നോക്കിയാലോ. 2x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1x പ്ലസ് 3. അപ്പോൾ ഇവിടെ നമ്മൾ 2x പുറത്തേക്ക് കിട്ടും. അപ്പം നമുക്ക് എന്ത് കിട്ടും? x പ്ലസ് 3 പ്ലസ് x പ്ലസ് 3 എന്ന് കിട്ടും. ഈക്വൽ ടു 2x പ്ലസ് 1 ഇൻറ്റു x പ്ലസ് 3 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? 6x സ്ക്വയർ പ്ലസ് 5x മൈനസ് 6 ആണ് നമ്മളോട് ചോദിച്ച ചോദ്യം. ഇതിൽ p പ്ലസ് ക്യൂ എന്താ 5, പി ക്യൂ എന്താ? പി ക്യൂ ഈക്വൽ ടു 6 ഇൻറ്റു -6 എന്താ -36. രണ്ടെണ്ണം ആഡ് ചെയ്താൽ 5ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -36ഉം കിട്ടണം. അങ്ങനെയുള്ള നമ്പേഴ്സ് ഏതൊക്കെയാ? 9ഉം -4ഉം. 9ഉം -4ഉം ആഡ് ചെയ്താൽ 5 കിട്ടും. 9 ഇൻറ്റു -4 എന്ന് പറഞ്ഞാലോ -36ഉം കിട്ടും. അപ്പോൾ നമുക്ക് എഴുതാം 6x സ്ക്വയർ പ്ലസ് 9x മൈനസ് 4x മൈനസ് 6 ഈക്വൽ ടു 3x ഇൻറ്റു 2x പ്ലസ് 3 മൈനസ് 2 ഇൻറ്റു 2x മൈനസ് പ്ലസ് 3 എന്താണ് 3x മൈനസ് 2 ഇൻറ്റു 2x പ്ലസ് 3. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 3x സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 4. അപ്പോൾ പി പ്ലസ് ക്യൂ ഈക്വൽ ടു -1ഉം പി ക്യൂ ഈക്വൽ ടു 3 ഇൻറ്റു -4 എന്താ -12. രണ്ടെണ്ണം ആഡ് ചെയ്താൽ -1ഉം മൾട്ടിപ്ലൈ ചെയ്താൽ -12ഉം കിട്ടണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? -4ഉം 3ഉം -4ഉം 3ഉം ആഡ് ചെയ്താൽ -1 കിട്ടി. -4 ഇൻറ്റു 3 പറഞ്ഞാൽ -12ഉം കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം 3x സ്ക്വയർ മൈനസ് 4x പ്ലസ് 3x മൈനസ് 4. അപ്പം 3x ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് 4x ഇൻറ്റു എക്സ് പ്ലസ് 1. 3x ഇൻറ്റു എക്സ് പ്ലസ് 1 മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 3x മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് നമ്മളുടെ ഉത്തരം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരു ഏകദേശ ധാരണ വെച്ചിട്ട് നമ്മൾ വാല്യൂസ് എടുക്കുകയാണ് ചെയ്യുക. ട്രയൽ ആൻഡ് എററിൽ തന്നെ ചെയ്ത് നോക്കാം. നമ്മൾ ഇട്ട് നോക്കാം അത് കിട്ടുന്നുണ്ടോയെന്ന് ഇട്ട് നോക്കാം. അങ്ങനെയാണ് നമ്മൾ ഈ സ്പ്ലിറ്റിൻ്റെ മിഡിൽ ടൈം വെച്ചിട്ട് നമ്മൾ ചെയ്ത് നോക്കാം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ 4 ഫാക്ടറൈസ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് എന്ത് ചെയ്യാം? ഫാക്ടർ തിയറം വെച്ചിട്ട് നോക്കാം. P of 1 ചെയ്ത് നോക്കാം. കിട്ടുന്നുണ്ടോ 0 ആവുന്നുണ്ടോ എന്ന് നോക്കാം.
P(f1) 0 ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, x-1 ഫാക്ടർ ആണെന്ന് പറയാം. അപ്പൊ P(f1) ഈക്വൽ ടു എന്താ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. P(x) ഈക്വൽ ടു x³ മൈനസ് 2x² മൈനസ് x പ്ലസ് 2. അപ്പൊ P(f1) എന്താ, 1³ മൈനസ് 2 ഇൻറ്റു 1² മൈനസ് 1 പ്ലസ് 2. 1³ മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1³ മൈനസ് 2 മൈനസ് 1 പ്ലസ് 2 ഈക്വൽ ടു എന്താ, 0. അപ്പം ഇംപ്ലൈസ് x-1 ഈസ് എ ഫാക്ടർ. x-1 ഫാക്ടർ ആണെന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, x³ മൈനസ് 2x² മൈനസ് x പ്ലസ് 2നെ നമ്മൾ x-1 കൊണ്ട് ഡിവൈഡ് ചെയ്യും. x-1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, x² അവിടെ x³ ആവാൻ x-1 ഇൻറ്റു x² ആണ് നമുക്ക് x³ എന്ന് കിട്ടുക. അപ്പൊ നമുക്ക് -1 ഇൻറ്റു x³ -1 ഇൻറ്റു x² എന്ന് പറഞ്ഞല്ലോ -x². അപ്പം -x² മൈനസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, -x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം -x² പ്ലസ് എക്സ് എന്ന് കിട്ടും. -2x പ്ലസ് 2. ഇതിനെയോ നമുക്ക് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -2x കിട്ടും, -2 എന്നും പ്ലസ് 2 എന്നും കിട്ടും. അപ്പം നമുക്ക് 0 കിട്ടും. അപ്പം x² മൈനസ് എക്സ് മൈനസ് 2 ആണ് നമ്മളുടെ രണ്ടാമത്തെ ഫാക്ടർ. x² മൈനസ് എക്സ് മൈനസ് 2 ഇൻറ്റു x-1 ആണ് എന്ത്, P(x). അപ്പൊ ഇതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. അപ്പൊ P(x) ഈക്വൽ ടു x² മൈനസ് എക്സ് മൈനസ് 2 ഇൻറ്റു x-1 നമുക്കിപ്പോ കിട്ടി. ഇതിനെ നമ്മളൊന്ന് ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. എന്ത്, സ്പ്ലിറ്റ് ഇൻ ദ മിഡ് ടേം വെച്ചിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. P പ്ലസ് Q ഈക്വൽ ടു -1 PQ ഈക്വൽ ടു -2 കിട്ടണം. അങ്ങനെയുള്ള വാല്യൂസ് ഏതൊക്കെയാ, -2 1. അപ്പോൾ P(x) ഈക്വൽ ടു സ്ക്വയർ മൈനസ് 2x പ്ലസ് എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈക്വൽ ടു എക്സ് ഇൻറ്റു x minus 2 plus x minus 2 x into x minus 2 plus x minus 2 whole plus x minus 1 whole into x minus 1 ആണ്. അപ്പം equal to x plus 1 into x minus 2 into x minus 1. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രോബ്ലം നോക്കാം. x³ മൈനസ് 3x² മൈനസ് 9x മൈനസ് 5. P(x) ഈക്വൽ ടു x³ മൈനസ് 3x² മൈനസ് 9x മൈനസ് 5 ആണെങ്കിൽ നമുക്ക് P(1) ഒന്ന് ചെയ്ത് നോക്കാം, ഫാക്ടറിത്തരം കിട്ടാൻ വേണ്ടിയിട്ട്. P(1) എന്താ, 1³ മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 9 ഇൻറ്റു 1 മൈനസ് 5. 1³ എന്താ, 1 മൈനസ് 3 മൈനസ് 9 മൈനസ് 5 നോട്ട് ഈക്വൽ ടു 0. P(1) 0 ആണെന്ന് കിട്ടിയില്ല. അപ്പം x-1 ഈസ് നോട്ട് എ ഫാക്ടർ. ഇനി നമുക്ക് P(-1) ചെയ്ത് നോക്കാം. P(-1) എന്താ, -1 ഹോൾ ക്യൂബ് മൈനസ് 3 ഇൻറ്റു -1 ഹോൾ സ്ക്വയർ മൈനസ് 9 ഇൻറ്റു -1 മൈനസ് 5 ഈക്വൽ ടു -1 ഹോൾ ക്യൂബ് പറഞ്ഞാൽ -1 മൈനസ് 3 ഇൻറ്റു -1 ഹോൾ സ്ക്വയർ എന്ന് 3 മൈനസ് 9 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ പ്ലസ് 9 മൈനസ് 5. -1 മൈനസ് 3 എന്താ, -4 മൈനസ് 5 പറഞ്ഞാൽ -9 -9 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, x+1 ഈസ് എ ഫാക്ടർ. x+1 ഫാക്ടർ ആണെന്ന് നമുക്ക് കിട്ടി. x+1 ഈസ് എ ഫാക്ടർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. x³ മൈനസ് 3x² മൈനസ് 9x മൈനസ് 5
അതിൽ എക്സ് പ്ലസ് 1 ആണ് ഫാക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ -4x² മൈനസ് 9x അങ്ങനെയാണല്ലോ. -4x എന്ന് മൾട്ടിപ്ലൈ ചെയ്യും. -4x² മൈനസ് 4x മൈനസ് 5x മൈനസ് 5 എന്ന് കിട്ടും. അപ്പോൾ -5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ -5x മൈനസ് 5 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ x² മൈനസ് 4x മൈനസ് 5 ആണ് നമ്മളുടെ p of x equal to x plus 1 into x² minus 4x minus 5. p plus q equal to -4 pq equal to -5. രണ്ടെണ്ണം ആഡ് ചെയ്താൽ -4 രണ്ടെണ്ണം മൾട്ടിപ്ലൈ ചെയ്താൽ -5 കിട്ടണം. അങ്ങനെയുള്ളത് ഏതാ, -5 1. അപ്പോൾ p of x എന്താണ്, x plus 1 into x² minus 5x plus 1x minus 5. x into x plus 1 minus 5 into x plus 1. x into x plus 1 minus 5 into x plus 1 ചെയ്താൽ നമുക്ക് ആ ഉത്തരം കിട്ടും. അങ്ങനെയാണല്ലോ x plus 1 into x plus 1 into x minus 5. ഇതാണ് നമ്മളുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ p of x equal to x³ plus 13x² plus 32x plus 20 ആണ്. അങ്ങനെയാണല്ലോ p of 1 എന്താ, 1 plus 13 plus 32 plus 20. അതെന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണ് p of -1 എന്താ, -1 whole cube plus 13 into -1 whole square plus 32 into -1 plus 20 equal to എന്താ, -1 whole cube പറഞ്ഞാൽ -1 plus 13 into -1 whole square 13 plus -32 into -1 -32 plus 20. 13 plus 23 13 plus 20 എത്രയാ, 33. 33 minus 1 32. 32 minus 32 എന്ന് പറഞ്ഞാൽ 0. p of -1 equal to 0 പറഞ്ഞാൽ p of -1 equal to 0 implies x plus 1 is a factor. x plus 1 factor ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, x plus 1 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഏതാ, x³ plus 13x² plus 32x plus 20 നമുക്ക് x plus 1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം x² വരും പ്ലസ് 2 പ്ലസ് 1 ഇൻറ്റു x². അപ്പോൾ x² തന്നെ 12x². 12x എന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ 12x² കിട്ടും. ഇവിടെ എന്താ 32x ആണ്. അപ്പം ഇവിടെ 32x എന്ന് എഴുതാം. 12x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ 12x കിട്ടും. അപ്പം 20x plus 20 ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും x plus 20. അപ്പോൾ നമുക്ക് p of x equal to x plus 1 into x² plus 12x plus 20 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, p plus q equal to 12ഉം pq equal to 20 കിട്ടണം. അതിപ്പോൾ നമുക്ക് ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കാം, 10ഉം 2 ആഡ് ചെയ്താൽ 12 കിട്ടും, 10 2 മൾട്ടിപ്ലൈ ചെയ്താൽ 20 കിട്ടും. അപ്പോൾ p of x equal to എന്താ, x plus 1 into x² plus 10x plus 2x plus 20 equal to x plus 1 into x into x plus 10 plus 2 into x plus 10 equal to x plus 1 into x plus 10 into x plus 2 എന്നാണ്
നമ്മളുടെ ഉത്തരം. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 2y³ പ്ലസ് y² മൈനസ് 2y പ്ലസ് 1. പി ഓഫ് എക്സ് ഈക്വൽ ടു 2y³ മൈനസ് y² മൈനസ് 2y മൈനസ് 1 ആണ് നമ്മളോട് ചോദിച്ച ചോദ്യം. പി ഓഫ് 1 ഒന്ന് ചെയ്ത് നോക്കാം. പി ഓഫ് 1 ഈക്വൽ ടു 2 പ്ലസ് 1 മൈനസ് 2 മൈനസ് 1 ഈക്വൽ ടു 0. അപ്പം നമുക്ക് എന്ത് പറയാം? എക്സ് മൈനസ് 1 ഈസ് എ ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയാം. എക്സ് മൈനസ് 1 ഫാക്ടർ ഓഫ് പി ഓഫ് എക്സ് ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. 2y³ പ്ലസ് y² മൈനസ് 2y മൈനസ് 1. എക്സ് മൈനസ് 1 ഫാക്ടർ ആണ്. അപ്പം 2 അവിടെ 2y ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? y ആണ്. അപ്പം y മൈനസ് 1 ആണ് ഫാക്ടർ. എക്സ് മൈനസ് 1 അല്ല, y മൈനസ് 1 ആണ് ഫാക്ടർ. അപ്പം y മൈനസ് 1 2y² 2y³ മൈനസ് 2y². അപ്പം 3y² പ്ലസ് 3y 3y² മൈനസ് 3y 3y y മൈനസ് 1 പ്ലസ് 1 y മൈനസ് 1. അപ്പം നമുക്ക് എന്താ പറയാം? പി ഓഫ് എക്സ് ഈക്വൽ ടു y മൈനസ് 1 ഇൻറ്റു 2y² പ്ലസ് 3y പ്ലസ് 1 പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി പ്ലസ് ക്യൂ ഈക്വൽ ടു 3 എന്നും പി ക്യൂ ഈക്വൽ ടു 2 ഇൻറ്റു 1 എന്നും പറയാം. ഈക്വൽ ടു 2. പി പ്ലസ് ക്യൂ 3യും പി ക്യൂ 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ നമ്പേഴ്സ് 1ഉം 2 ആണെന്ന് പറയാം. അപ്പോൾ പി ഓഫ് എക്സ് എന്താണ്? y മൈനസ് 1 ഇൻറ്റു 2y² പ്ലസ് 2y² പ്ലസ് y പ്ലസ് 2y പ്ലസ് 1 ഈക്വൽ ടു y മൈനസ് 1 ഇൻറ്റു 2y ഇൻറ്റു y പ്ലസ് 1 പ്ലസ് y പ്ലസ് 1 ഈക്വൽ ടു y മൈനസ് 1 ഇൻറ്റു y പ്ലസ് 1 ഇൻറ്റു 2y പ്ലസ് 1 ആണ് നമ്മളുടെ ഉത്തരം.